ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മെയിൽ ഐ ഡിക്ക് യൂസർ നെയിം നമുക്കറിയാം, പക്ഷേ പാസ്വേഡ് മറന്നുപോയെങ്കിൽ അത് എങ്ങനെ പുതിയത് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയൊരു പാസ്വേഡ് നമ്മുടെ മെയിൽ ഐ ഡിക്ക് ക്രിയേറ്റ് ചെയ്യാനാകും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇമെയിൽ ഐ ഡിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളും ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. വളരെ പ്രയോജനപ്രദങ്ങളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിലൊക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ മെയിൽ ഐ ഡിക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായി ആദ്യം നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എൻ്റെ ക്രോം ബ്രൗസർ ആണ്. അപ്പൊ ഞാനിവിടെ ക്രോമിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അതിന്റെ ഹോം പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് സൈൻ ഇൻ എന്ന് കാണുന്നില്ലേ, അതിലാണ് നമ്മൾ ഇനി പ്രസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് നമ്മൾ സൈൻ ഔട്ട് നേരത്തെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ അതിന്റെ പ്രൊഫൈലാണ് കാണുക. അപ്പൊ ആ റൗണ്ടിൽ കാണുന്ന പ്രൊഫൈലിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ സൈൻ ഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുവഴി അത് സൈൻ ഔട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഇതേപോലെ സൈൻ ഇൻ എന്നാണ് കാണിക്കുക. ഇനി ആ സൈൻ ഇൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പൊ ഇവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ആ ബോക്സിൽ നമ്മുടെ മെയിൽ ഐ ഡിയുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനായി ആ ബോക്സിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്മുടെ ഫോണിന്റെ കീബോർഡ് വരുന്നതാണ്. ഇനി നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എൻ്റെ യൂസർ നെയിം ഇതാ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ അത് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് കാണാത്തത്. ഇനി അടുത്തതായിട്ട് താഴെ ആ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിലിങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന സ്ക്രീനിൽ നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ പാസ്വേഡ് മറന്നുപോയല്ലോ. ഇനി മറന്നിട്ടില്ലെങ്കിൽ പോലും പഴയ പാസ്വേഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഇതേ ഓപ്ഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഫോണിന്റെ താഴെയുള്ള ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് കീബോർഡിനെ ആദ്യം സ്ക്രീനിൽ നിന്ന് മാറ്റുക. ഇപ്പൊ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിലാണ് നമ്മൾ ഇനി പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഗൂഗിളിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ മെസ്സേജ് ഇതുപോലെ വരുന്നതാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ഗൂഗിളിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ യൂസർ നെയിം അറിയുന്ന ആർക്കും തന്നെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫോർഗോട്ട് പാസ്വേഡിലൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ പാസ്വേഡിനെ ചേഞ്ച് ചെയ്യാമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഗൂഗിൾ ആദ്യം ഇതുവഴി ഉറപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ താഴെ യെസ് ഇറ്റ് ഈസ് മീ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്ഡേറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിലും കൂടി ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ക്രീനിൽ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും മെയിൽ ഐ ഡിക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സ്ട്രോങ് ആയ പാസ്വേഡ് വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡിന് മിനിമം 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. 8ൽ നിന്ന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും ആകാം, പക്ഷെ മിനിമം 8 ഉണ്ടായിരിക്കണം. അതിൽ നമ്പറുകൾ ഉണ്ടായിരിക്കണം, അതേപോലെ സിംബലുകൾ ഉണ്ടായിരിക്കണം, അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയാൽ ഒരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ നല്ല രീതിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരുന്ന തമ്പനയിലിൽ പ്രസ് ചെയ്ത് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അത് എന്താണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ ഇവിടെ താഴെ ഒരു ചെറിയൊരു ബോക്സ് കാണുന്നില്ലേ, ഒരു കുഞ്ഞി ബോക്സ് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് ചെക്ക് ഇടുക, അതായത് റൈറ്റ് മാർക്ക് വരുത്തുക. അപ്പോൾ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വിസിബിൾ ആയിരിക്കും, നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഞാൻ ആ ബോക്സിൽ പ്രസ് ചെയ്ത് റൈറ്റ് മാർക്ക് ഇട്ടു. ഇപ്പൊ എനിക്ക് ഞാൻ എന്താണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ഞാനത് ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഗൂഗിൾ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്
ആ ബോക്സിന് നേരെ താഴെയായിട്ട് കൺഫേം എന്നൊരു ബോക്സ് കാണുന്നില്ലേ, അതിൽ നമ്മൾ മുകളിൽ എന്താണോ ടൈപ്പ് ചെയ്തിട്ടത് അത് ക്രമം തെറ്റാതെ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തിടണം. ഇപ്പൊ ഞാനിവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത പാസ്വേഡിനെ ആ കൺഫേം ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആ കുഞ്ഞി ബോക്സിൽ വീണ്ടും പ്രസ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ കൺഫേം ബോക്സിൽ മുകളിലുള്ളത് എനിക്ക് വിസിബിൾ ആണ്, പക്ഷെ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കൺഫേം ബോക്സിന്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് സേവ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ മുകളിൽ പാസ്വേഡ് എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും തെറ്റിച്ചാണ് കൺഫേം ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇട്ടതെങ്കിൽ, എന്നിട്ട് നമ്മൾ ആ സേവ് പാസ്വേഡ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. അതായത് കൺഫേം ബോക്സിൽ നമ്മൾ തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ രണ്ട് ബോക്സിലും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റ് ആണോ എന്ന് ആദ്യം ഒന്ന് നോക്കുക. നോക്കിയതിന് ശേഷം ആ സേവ് പാസ്വേഡിൽ പ്രസ് ചെയ്യുക. ഇനി തെറ്റിച്ചാണ് വന്നതെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ ആ കൺഫേം ബോക്സിൽ മുകളിൽ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അത് തന്നെ വീണ്ടും കറക്റ്റ് ആയിട്ട് അവിടെ ടൈപ്പ് ചെയ്തിട്ട് ആ സേവ് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇപ്പൊ ഞാൻ രണ്ട് ബോക്സിലും കറക്റ്റ് ആയി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ആ സേവ് പാസ്വേഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ രണ്ട് ബോക്സിലും കറക്റ്റ് ആയി ടൈപ്പ് ചെയ്ത ശേഷം ആ സേവ് പാസ്വേഡ് എന്നതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആണ് ഓപ്പൺ ആവുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ താഴെയായി കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. അപ്പൊ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ആകാനുള്ള പ്രോസസ് നടക്കും. അത് നടന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് സ്ക്രീൻ ഇങ്ങനെയാണ് ഓപ്പൺ ആവുക. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ മുകളിലായിട്ട് ആ സൈൻ ഇൻ എന്ന് കണ്ട ഭാഗത്ത് എന്റെ മെയിൽ ഐ ഡിയുടെ പ്രൊഫൈലാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡ് ക്രിയേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്റെ മെയിൽ ഐ ഡി ഗൂഗിളിൽ സൈൻ ഇൻ ആയിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പാസ്വേഡ് മറന്നുപോയാലും പുതിയ പാസ്വേഡ് നമ്മുടെ ജിമെയിൽ ഐ ഡിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ ഇവിടെ കാണിക്കാം. ഇതെന്റെ മറ്റൊരു ജിമെയിൽ അക്കൗണ്ട് ആണ്. അത് ഞാൻ സൈൻ ഇൻ ഓപ്ഷൻ പ്രസ് ചെയ്ത് ഈ സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. ഇനി ആ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ 2-3 ഓപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ അതിൽ പ്രസ് ചെയ്തപ്പോൾ കൺഫർമേഷൻ മെസ്സേജ് ആണല്ലോ വന്നത്. അപ്പൊ നിങ്ങളും ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ഓപ്ഷനുകളൊക്കെ വരികയാണെങ്കിൽ അതിൽ എൻ്റർ യുവർ പാസ്വേഡ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണ്ട. അതിന്റെ താഴെ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ഫോണിലേക്ക് അയക്കുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്താലാണ് അടുത്തതായിട്ട് കൺഫർമേഷൻ മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരിക. പക്ഷെ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് താഴെ ട്രൈ അനദർ വേ ടു സൈൻ ഇൻ എന്ന് കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്താൽ തന്നെ കൺഫർമേഷൻ മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇപ്പൊ ചെയ്ത പോലെ തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ ഞങ്ങളുടെ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.